നമസ്കാരം, സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണു സഹസ്രനാമം, അതിൻ്റെ പ്രാധാന്യം, അത് ഇന്നത്തെ ഈ ഒരു കലികാലത്ത് അത് വളരെയധികം കൂടി വരികയാണ്. കാരണം മോക്ഷപ്രാപ്തിക്ക് വിഷ്ണു സഹസ്രനാമജപം ഏറ്റവും നല്ലത് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അതുപോലെ ഭഗവാനിൽ ശരണാഗതി അടയുമ്പോൾ ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ള ആ കർമ്മവാസനകളെ കുറച്ച് ഇല്ലാതെയാക്കുകയും നമ്മുടെ ജീവിത ദുരിതങ്ങൾക്ക് കുറേ പരിഹാരം ഈ വിഷ്ണു സഹസ്രനാമ ജപത്തിലൂടെ തന്നെ കിട്ടും. നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയാണ് ഈ ജന്മമെന്നും ഈ ജന്മത്തിൻ്റെ തുടർച്ചയാണ് അടുത്ത ജന്മമെന്നും നമുക്ക് പറയാം. പാസ്റ്റിൻ്റെ തുടർച്ചയാണ് പ്രസൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പലതും നമ്മുടെ സ്വാധീനത്തിലല്ല എന്ന് പറയാൻ കാരണം മുജ്ജന്മ കർമ്മവാസനകൾ അത് ഈ ജന്മത്തിലേക്ക് അതും കൊണ്ടാണ് നമ്മൾ ഈ ജന്മം എടുക്കുന്നത്. അപ്പോൾ അത് കുറേ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. എന്നാൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മൾ സഞ്ചിത കർമ്മവാസനയുമായിട്ട് ആണ് വരുന്നത് എന്ന് പറയും. മുൻ ജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ആ വാസനയുമായിട്ടാണ് നമ്മൾ ഈ ജന്മത്തിൽ എത്തുന്നത്. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലവും അനുഭവിക്കണം. അതുപോലെ മുൻ ജന്മങ്ങളിൽ, കഴിഞ്ഞ ജന്മം മാത്രമല്ല, മുൻ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പല കർമ്മവാസനകളുടെ ഫലവും അനുഭവിക്കുന്നത് കൊണ്ടാണ് പലർക്കും ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്ന് പല സമയത്തും ഒരു ചോദ്യം ഉള്ളിലുണ്ടാവുന്നത്. അപ്പോൾ അതെല്ലാം നീക്കാൻ ഒരു വഴി എന്ന് പറയുന്നത് സഹസ്രനാമ ജപം ഏറ്റവും നല്ല ഒരു ഔഷധമാണ്. ഭഗവാൻ ഭേഷജവുമാണ് ഭിഷക്കുമാണെന്ന് പറയും. ഭഗവാൻ ഒരു നല്ല വൈദ്യനുമാണ്, ഭഗവാൻ നല്ലൊരു ഔഷധവുമാണ്. അപ്പോൾ സഹസ്രനാമ ജപം, പ്രത്യേകിച്ച് മോക്ഷപ്രാപ്തി എന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമാണ് ശരിയായിട്ടുള്ള മുക്തി അല്ലെങ്കിൽ മോക്ഷം. ഈ മോക്ഷം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ മോക്ഷം നേടുക എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ ജീവിതത്തിൽ മോക്ഷം അല്ലെങ്കിൽ മുക്തി നേടുമ്പോൾ നമ്മളെല്ലാ സമയത്തും ഒരേ തരത്തിലുള്ള സന്തോഷം, സുഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പോൾ അതാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മൾ അതിനു വേണ്ടി ഒരുപാട് പണച്ചിലവുള്ള കാര്യങ്ങൾക്ക് പോകുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഒരു കലികാലത്ത് ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ പറഞ്ഞു തരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് നാമസങ്കീർത്തനം, യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം എന്ന്. അതായത് കലികാലത്ത് നാമസങ്കീർത്തനം ആണ് യസ്യ സർവ പാപപ്രണാശന, എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കുന്നു. മുൻ ജന്മങ്ങളിലെ പാപവാസനകളുമായിട്ട് ഇവിടെ എത്തിയ നമ്മൾക്ക് അതിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നു നമ്മളെ നിത്യേന സഹസ്രനാമങ്ങൾ ജപിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഈ ജന്മത്തിലെ നമ്മുടെ പ്രാരബ്ധ കർമ്മവാസനകളും വേഗം ഒടുങ്ങുകയും ആ കർമ്മവാസനകൾ അടുത്ത ജന്മങ്ങളിലേക്ക് അതും കൊണ്ട് പോകേണ്ടി വരില്ല. അത് നമുക്ക് ഇവിടെ തന്നെ ആ വാസനകളെ ക്ഷയിപ്പിക്കാൻ കഴിയും. ഇതൊക്കെയാണ് ഇതിൻ്റെ വളരെ പ്രത്യേകതകളായിട്ട് എടുത്തു പറയാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് 701 മുതൽ 710 വരെയുള്ള നാമങ്ങളാണ്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ, ഗണേശായ നമ, സരസ്വതിയെ നമ. ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം സദ്ഗതി സത്താ സദ്ഭൂതി സത്പരായണ ശൂരസേനോ ഇത് ശ്രേഷ്ഠ സന്നിവാസ സുയാമുന ഭൂതാവാസോ വാസുദേവ സർവാസു നിലയോ നല. ആ ഭാഗത്ത് വരുന്ന ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ 701 മുതൽ 710 വരെയുള്ള നാമങ്ങൾ ഉള്ളത്. അപ്പോൾ ആ നാമങ്ങളുടെ അർത്ഥമൊക്കെ നോക്കാം. അപ്പോൾ അർത്ഥമൊക്കെ അറിഞ്ഞ് വായിക്കുമ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ അർത്ഥങ്ങളൊക്കെ എടുത്ത് നമ്മൾ നോക്കാം അല്ലെങ്കിൽ എടുത്ത് നോക്കുന്നത്. അപ്പം പിന്നെ ഇവിടെ ഭാഗവതത്തിൽ ചതുശ്ലോകി ഭാഗവതം
രണ്ടാമത്തെ സ്കന്ധം 9ാമത്തെ ചാപ്റ്റർ 32, 33, 34, 35 ശ്ലോകങ്ങളിലാണല്ലോ ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ശ്ലോകമായിട്ടുള്ള 32ാമത്തെ ശ്ലോകം പറയുന്നത് ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അഹമേവാസമേവാഗ്രേ ന അന്യത് യത് സദസത്പരം എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പശ്ചാത്തഹം പശ്ചാത്തഹം ഏതത് യോ അവശിഷ്യേത സോ അസ്മ്യാഹം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഭഗവാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അതിൽ നിന്നാണ് ബാക്കിയെല്ലാം സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ നമുക്ക് അതാ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മായയാണ്. പലതും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു, എന്നാൽ എല്ലാം ഒരു സിനിമ കണ്ട് തീരുന്ന പോലെ അത്രയ്ക്കും എന്താ പറയുക, ഒന്നും ഇവിടെ പെർമനൻ്റ് അല്ല. അതാണ് അതിൻ്റെ. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ കാണുന്നത്, ഈ തൊടുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെയല്ല. പക്ഷേ ഇതൊന്നും പെർമനൻ്റ് അല്ല. അതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് സത്തായിട്ടുള്ളത് ഭഗവാനാണ്. സത്തായിട്ടുള്ള ഉണ്മ എന്ന് പറയുന്നത്, എല്ലാത്തിനെയും നിലനിർത്തുന്ന ഉണ്മ, അത് ഭഗവാനാണ്. അതിനെക്കുറിച്ച് പറയുന്നതാണ് ഇന്നത്തെ കുറേ നാമങ്ങൾ. അതുകൊണ്ടാണ് ആ ഒരു ശ്ലോകം പറഞ്ഞത് ഭാഗവതത്തിൽ. അപ്പോൾ 700 എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗുരുഭ്യോ നമഃ. സത്ത എന്ന് പറയുന്ന 701ാമത്തെ നാമം. സജാതീയവും വിജാതീയവും ഭേദങ്ങളോട് കൂടാത്ത അനുഭൂതിയാണ് സത്ത. അതായത് ഭഗവാൻ സത്തയാണെന്ന് പറയും, ഉണ്മയാണെന്ന് പറയും. എല്ലാത്തിനെയും നിലനിർത്തുന്ന ഉണ്മ. ഒരു വസ്തു അതായിട്ട് നിലനിൽക്കുന്നത് അത് ഭഗവാന്റെ ആ അംശം അതിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചത്തിലെല്ലാം ഭഗവാൻ തന്നെയാണ്, എല്ലാം ഭഗവാന്റെ അംശമാണ്. ഓരോന്നിനെയും അതായിട്ട് നിലനിർത്തുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് സത്ത, ഭഗവാൻ ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. കാരണം എല്ലാത്തിനെയും നിലനിർത്തുന്ന ഉണ്മ ഏകം ഏവ, ഒന്ന് തന്നെ, ഏകം ഒന്ന് തന്നെ ആയിട്ടുള്ള, അദ്വിതീയമായിട്ടുള്ള. ഇനി രണ്ടാമതൊന്നും ഇല്ല എന്ന് പറയുന്നത് ആ ബ്രഹ്മമാണ്. അപ്പോൾ ആ സത്ത എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. സത്ത എന്ന് പറയുമ്പോൾ ബ്രഹ്മം എന്നർത്ഥം. അത് ഏകമാണ്, ഏകമേവ അദ്വിതീയമാണ്. രണ്ടാമതൊന്നുമില്ല, ഒന്ന് മാത്രമുള്ള ആ അദ്വിതീയമായിട്ടുള്ള ബ്രഹ്മം, അത് ഭഗവാൻ സത്ത. ഇനി 702ാമത്തെ നാമം സദ്ബൂതി. ഭൂതികളിൽ സത്ത് പ്ലസ് ഭൂതി, ഭൂതികളിൽ സത്തായിട്ടുള്ളവൻ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭഗവാന്റെ വിഭൂതികളിൽ സത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ അല്ലാത്ത എല്ലാത്തിലും ആണ് അസത്തായിട്ടുള്ളതുള്ളത്. അപ്പോൾ സത്ത് മാത്രമായിട്ട് കാണുന്നത് ഭഗവാന്റെ ഭൂതികളിലാണ്. സത്തായിട്ടുള്ള ഉണ്മ എന്ന് പറയുന്നത് ഭഗവാന്റെ രൂപമാണ് എന്നും പറയുന്നു. ആ ഉണ്മ ഉള്ളത് കൊണ്ടാണ് ഓരോന്നിനെയും അതായിട്ട് നിലനിർത്തുന്നത് ഭഗവാന്റെ സത്തായിട്ടുള്ള ഒരു ഉണ്മ അതിലുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മളൊക്കെ നമ്മളായിട്ട് നിലനിൽക്കുന്നത് ഭഗവാന്റെ ഒരു അംശം, ആ സത്ത നമ്മളിൽ ഒരു അംശം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മളായിട്ട് നിലനിൽക്കുന്നത്. ആ അംശം പോയി കഴിയുമ്പോൾ നമ്മൾ സത്ത് പോയി എന്ന് പറയും, അതാണ് ചത്തുപോയി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ വസ്തുക്കളിലും ഉണ്മയായിട്ട് നിലനിൽക്കുന്നത് ഭഗവാന്റെ ചൈതന്യം മാത്രമാണ് എന്ന് പറയുന്നു. ഇനി അതാണ് സദ്ബൂതി, സത്തായ ബൂതികളുള്ളവൻ ഭഗവാൻ. ഇനി 703 സത് പരായണ. സത്തുക്കൾക്ക് ഭക്തർ, അതാണ് സത്തുക്കൾ. തത്വജ്ഞാനികളാണ് സത്തുക്കൾ, അല്ലെങ്കിൽ ഭക്തരായിട്ടുള്ളവർക്ക് പരമായ അയനസ്ഥാനമായവൻ. അതായത് ഇവിടെ തത്വബോധവും ധർമ്മത്തിൽ ചരിക്കുന്നവർക്ക് ലക്ഷ്യം ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം ഭഗവാനെ പ്രാപിക്കുക എന്നാണ്. പക്ഷേ അത് സാധാരണ എല്ലാവർക്കും ആ ലക്ഷ്യം, അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് ആദ്യമേ മനസ്സിലാവില്ല. അതുകൊണ്ട് എന്താ പറയുക, സത്തുക്കൾ അല്ലെങ്കിൽ സജ്ജനങ്ങൾ അല്ലെങ്കിൽ തത്വജ്ഞാനികൾ അല്ലെങ്കിൽ ധർമ്മത്തിൽ ചരിക്കുന്നവർ, അവർക്കൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അവർ ആ തത്വജ്ഞാനികളുടെ ലക്ഷ്യം ഭഗവാനെ പ്രാപിക്കലാണ്. അതുകൊണ്ട് ഭഗവാനെ സത്പരായണ എന്ന് പറയുന്നു. അതായത് തത്വജ്ഞാനികൾക്ക് പരമായ അയനസ്ഥാനമായവൻ, അവരുടെ ലക്ഷ്യം ഭഗവാനാണ്. ആ സത്തുക്കൾക്ക് പരമായിട്ടുള്ള ലക്ഷ്യസ്ഥാനമായവൻ ഭഗവാൻ.
ഇനി 704 ശൂരസേന, ശൂരന്മാരുടെ സേനയുള്ളവൻ. ഇപ്പോൾ ഭഗവാനിൽ തന്നെ സമർപ്പിച്ച ശൂരന്മാരാണ് ഭഗവാന്റെ സേന. ഉദാഹരണം ഹനുമാൻ, ബലരാമൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സുഗ്രീവൻ, അംഗദൻ തുടങ്ങിയവരൊക്കെ ഭഗവാന്റെ വിവിധ അവതാരങ്ങൾ രാമായണ കഥയിലും അതുപോലെ ശ്രീകൃഷ്ണ അവതാരത്തിലൊക്കെ ഭഗവാനെ തൻ്റെ പല പല അവതാര ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പല അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനൊക്കെ ആയിട്ട് ഒരുപാട് ഭഗവാനെ സഹായിച്ച് യുദ്ധം ചെയ്യാൻ സഹായിച്ചവരാണ്. അതാണ് അവരെയാണ് ശൂരന്മാരെന്ന് പറയുക. അപ്പം അങ്ങനെ ശൂരന്മാരുടെ സേന ഉള്ള ഭഗവാൻ, ശൂരസേന, ശൂരന്മാരുടെ സേനയുള്ളവൻ, അതാണ് ഭഗവാന്റെ നാമം. ഇനി 705 യദുശ്രേഷ്ഠ. യദുവംശം അത് ഭഗവാന്റെ വംശമാണല്ലോ, അതിൽ ശ്രേഷ്ഠനായവൻ. അപ്പോൾ യദുവംശത്തിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരം കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ യദുവംശം തന്നെ വളരെയധികം ഫേമസായി. അപ്പോൾ ഭഗവാൻ ഭഗവാന്റെ നാമം കൊണ്ടൊരു വംശം തന്നെ ശ്രേഷ്ഠമായിട്ട് തീർന്നു. ഇനി നാമം 706 സന്നിവാസ, സത്തുക്കൾക്ക് നിവാസസ്ഥാനം. ഭഗവാൻ സത്തുക്കളായിട്ടുള്ള തത്വജ്ഞാനികൾക്കും ഒക്കെ ഭഗവാൻ നിവാസസ്ഥാനമാണ് എന്ന് പറയുന്നു. സത്തുക്കളായ ഭക്തർക്ക് നിവാസസ്ഥാനമായവൻ, സജ്ജനങ്ങൾക്ക് നിവാസം എന്ന് പറയുമ്പോൾ ആശ്രയമായവൻ, സജ്ജനങ്ങൾക്ക് ആശ്രയം ഭഗവാനാണ്. അങ്ങനെ ഭഗവാനെ അവർ ആശ്രയമായിട്ട് സജ്ജനങ്ങൾ, ആചാര്യന്മാർ, തത്വജ്ഞാനികൾ അവരെല്ലാം ഭഗവാനെ ആശ്രയസ്ഥാനമായിട്ട് കണക്കാക്കുന്നു. അതാണ് സത്തുക്കളായ ഭക്തർക്ക് നിവാസസ്ഥാനം അല്ലെങ്കിൽ ആശ്രയമായ ഭഗവാൻ എന്നർത്ഥം. ഇനി 707 സുയാമുന. സുയാമുന എന്നുള്ളതിന് സു പ്ലസ് യാമുന എന്ന് പറയാം. സുഷ്ടുവായ, നല്ലതായിട്ടുള്ള അല്ലെങ്കിൽ ശോഭനമായ, യാമുന യമുനയെ സംബന്ധിച്ച അല്ലെങ്കിൽ യമുനാ തീരവാസികൾ. അപ്പോൾ നമ്മൾ ഭഗവാന്റെ അവതാര കഥകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഭഗവാന്റെ ആ യമുനാ തീരത്തുള്ള ഭഗവാന്റെ ലീലകളും അവിടെ പ്രധാനപ്പെട്ടവരായിട്ടുള്ളത് ദേവകി, വാസുദേവർ, നന്ദഗോപർ, അതുപോലെ യശോദ, അതുപോലെ ഗോപന്മാർ, ഗോപശ്രീ, ഇവരൊക്കെയാണല്ലോ. ഇവരോടൊപ്പം ഭഗവാൻ അവിടെ ആ യമുനാ തീരത്ത് പല ലീലകളാടി ശോഭിച്ചു. അപ്പം ഇവരെല്ലാം യാമുനന്മാരാണെന്ന് പറയും. ഈ ദേവകി, വസുദേവൻ, യശോദ അവരെല്ലാം യാമുനന്മാരാണ്, യമുനയെ സംബന്ധിച്ചവർ എന്ന് പറയാം, അല്ലെങ്കിൽ യമുനാ തീരവാസികൾ എന്ന് പറയാം. അങ്ങനെ ശോഭനമായ യാമുന എന്നുള്ള സു പ്ലസ് യാമുന, സുയാമുന, അല്ലെങ്കിൽ ശോഭനമായ യമുനാ തീരവാസികൾ എന്ന് പറയാം. അതാണ് സുയാമുന. ഇനി അല്ലെങ്കിൽ യാമുന എന്ന് പറയുമ്പോൾ യമനിയമാദികളോട് കൂടിയവൻ എന്നുള്ളൊരർത്ഥമുണ്ട്. അപ്പോൾ സു പ്ലസ് യാമുന ശ്രേഷ്ഠമായ യമനിയമാദികളോട് കൂടിയവൻ. യമനിയമങ്ങൾ യമനിയമങ്ങൾ അഹിംസ, തപസ്, അങ്ങനെയൊക്കെ അതൊക്കെ യമനിയമത്തിൽ വരുമല്ലോ. ഈ യമനിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ദ്രിയ നിയന്ത്രണം നേടിയ ആളുകൾ എന്നുള്ള അർത്ഥമുണ്ട് യാമുന എന്ന് പറയുമ്പോൾ. അപ്പോൾ അപ്രകാരമുള്ളവരിൽ ശ്രേഷ്ഠൻ, അതാണ് സുയാമുന. സു എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠൻ. യാമുന യമനിയമങ്ങളിലൂടെ ഇന്ദ്രിയ നിയന്ത്രണം വരുത്തിയ ആളുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണം വരുത്തിയ ആളുകളിൽ ശ്രേഷ്ഠനാണ് ഭഗവാൻ എന്നർത്ഥം. ഇനി 708 ഭൂതാവാസ. സകല ഭൂതങ്ങളിലും ഭഗവാൻ വസിക്കുന്നു, അതുകൊണ്ട് ഭൂതാവാസ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ 7ാമത്തെ ചാപ്റ്ററിൽ 7ാമത്തെ ശ്ലോകത്തിൽ പറയേണ്ടത് മൈ സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ എന്ന്. എന്നിൽ ഞാനാകുന്ന നൂലിൽ എല്ലാ ജീവജാലങ്ങളും ചരാചരങ്ങളും ഞാനാകുന്ന നൂലിൽ കോർത്ത മണികൾ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാനിലാണ് എല്ലാം, എല്ലാറ്റിൻ്റെയും ആവാസസ്ഥാനം ഭഗവാനാണ്. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മളിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഭഗവാനാണ്. ആ ഭഗവാനിൽ നമ്മളിരിക്കുന്നു എന്ന് പറയാം. അതാണ് ഭൂതാവാസ. സകല ഭൂതങ്ങളും ഭഗവാനിൽ വസിക്കുന്നു, അതുകൊണ്ട് ഭഗവാൻ ഭൂതാവാസൻ. ഇനി 709 വാസുദേവ. മായ കൊണ്ട് ജഗത്തിനെ മൂടുന്നു, അതുകൊണ്ട് വാസു എന്ന് പറയുന്നു. മായ കൊണ്ട് ജഗത്തിനെ മൂടുന്നതിനാൽ വാസു എന്ന് പറയുന്ന ആ പദം ഉപയോഗിക്കാം. അപ്പോൾ ഭഗവാൻ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നു, എന്നാൽ
ഈ ജഗത്തിനെ മുഴുവൻ തൻ്റെ മായ കൊണ്ട് മൂടുകയും ചെയ്യുന്നു. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതും ഭഗവാനാണ്, എന്നാൽ മായ കൊണ്ട് മൂടിയിരിക്കുന്നതും ഭഗവാനെയാണ്. ഈ മായയിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് ഭഗവാനെ തന്നെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സൂര്യൻ തൻ്റെ രശ്മികൾ കൊണ്ട് ഈ ജഗത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു, മൂടുന്നു. അതുകൊണ്ട് ജഗത്ത് മുഴുവൻ പ്രകാശമയമായിട്ട് നമ്മൾ കാണുന്നു. അതുപോലെയാണ് ഭഗവാന്റെ മായ കൊണ്ട് ഈ ജഗത്തിനെ മുഴുവൻ ഭഗവാൻ മൂടിയിരിക്കുന്നു. സൂര്യൻ തൻ്റെ രശ്മികൾ കൊണ്ടെന്ന പോലെ ഞാൻ മായ കൊണ്ട് ജഗത്തിനെ ആകെ ആവരണം ചെയ്യുന്നു എന്ന് മഹാഭാരതത്തിൽ ചില ശ്ലോകങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ 710 സർവാസു നിലയ. സർവ പ്ലസ് അസു പ്ലസ് നിലയ. സർവ എല്ലാം, അസു പ്രാണങ്ങൾ എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ജീവാത്മാക്കൾ. എല്ലാ പ്രാണങ്ങളും അതിൻ്റെ നിലയം, അതിൻ്റെ ആശ്രയമായവൻ, അല്ലെങ്കിൽ എവിടെയാണോ ഇരിക്കുന്നത് അതാണ് സർവാസു നിലയ. സർവ അസു പ്ലസ് നിലയ. എല്ലാം ഭഗവാനിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാം അവസാനം ഭഗവാനിൽ ലയിക്കുന്നു. അതുപോലെ ഭഗവാൻ എല്ലാത്തിൻ്റെയും ആശ്രയവുമാണ്, എല്ലാം ഭഗവാനിൽ ലയിക്കുകയും ചെയ്യുന്നു അവസാനം. അതുകൊണ്ട് ഭഗവാൻ സർവാസു നിലയ. എല്ലാ പ്രാണങ്ങളും, ജീവാത്മകമായ എല്ലാ പ്രാണങ്ങൾക്കും ജീവാത്മാക്കൾക്കും ആശ്രയമായിട്ടിരിക്കുകയും എല്ലാ ജീവാത്മാക്കളും ആരിൽ ലയിക്കുന്നുവോ അതാണ് സർവാസു നിലയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് 701 മുതൽ 710 വരെയുള്ള നാമങ്ങളാണ്. നമ്മൾ നോക്കിയ ഭാഗം സദ്ഗതി സത്കൃതി സത്ത സദ്ബോധി സത്പരായണ ശൂരസേനോ യത് ശ്രേഷ്ഠ സന്നിവാസ സ്വയാമുന ഭൂതാവാസോ വാസുദേവ സർവാസു നിലയോ നല എന്ന് പറയുന്ന ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ 701 മുതൽ 710 വരെയുള്ള നാമങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതിസ്വഭാവാത് കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം. ഹരേ കൃഷ്ണ.